ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2203. ഇന്ന് ജനുവരി മാസം 11-ാം തീയതി. അതെ, വീണ്ടും ഒരു ഞായർ ദിനമാണ്. സുറിയാനി സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ചനുസരിച്ച് ദനഹാ പെരുന്നാളിന് ശേഷം 1-ാം ഞായറാഴ്ച. പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഇത് 2-ാം ഞായർ. എൽദോ പെരുന്നാൾ, നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇത് 3-ാം ഞായർ. ഒരുപാട് കാലവും ദൂരവും ആയോ, അതോ അല്പദൂരവും കാലവുമായി ആയിട്ടുള്ളൂ? എവിടെ നിന്നാ? എല്ലാം നമ്മൾ അളക്കേണ്ടത് ഏത് പൊതുവായ പോയിന്റിൽ നിന്നാണ്, ബിന്ദുവിൽ നിന്നാണ്. അത് ക്രിസ്തുയേശുവാണ്. ക്രിസ്തുയേശുവിൽ നിന്ന് എന്തുമാത്രം ദൂരത്താണ്? പരമാവധി ഒരു 3 ആഴ്ചത്തെ ദൂരമേ ഉള്ളൂ. അതോ ആത്മാർത്ഥമായിട്ടൊന്ന് പരതിയാൽ 300 ആണ്ടിനും മീതെ അകലമായി കഴിഞ്ഞോ ഈ ചെറിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ? ഇന്നാവട്ടെ വിശുദ്ധ ഏവങ്കേലിയൻ വായനയ്ക്കായിട്ട് സഭാപിതാക്കന്മാർ ക്രമീകരിച്ച വേദഭാഗം വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം, അതിന്റെ 12 മുതലുള്ള വേദഭാഗമാണ് 22 വരെ. നമ്മുടെ കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അങ്ങനെ തന്റെ പന്തിരുവരെ ഓരോരുത്തരെ കണ്ടെത്തുകയും ശേഖരിക്കുകയും ചെയ്യുകയാണ്. അതിന്റെ ആരംഭമെന്നോണം അന്ത്രയോസിനെയും സഹോദരൻ ശെമയോനെയും കണ്ടെത്തുന്നു. പിന്നെ സബദിയുടെ മക്കളായ യാക്കോബിനെയും യോഹന്നാനെയും. ഒരു തുടക്കമിടാനായിട്ട് വീണ്ടും ദൈവം നമുക്കൊരു അവസരം തരുന്നു എന്നുള്ളതാണ്. എല്ലാം ഏറ്റവും നന്നായി ഒന്ന് ആരംഭിപ്പാനായിട്ട് നമുക്ക് കുറെ കൂടി ഒരു യേശു കേന്ദ്രീകൃതമായി ഒരു ധ്യാനവും ശ്രദ്ധയും ജാഗ്രതയും ആരംഭവും അളവും ആവശ്യമാണ്. പൊതുവെ പറയുന്നത്, നിങ്ങളിനി മത്സ്യം പിടിക്കുന്നവര് ആകേണ്ട, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റാവാനാണ്. മനുഷ്യരെ ശേഖരിക്കുക എന്നതായിരുന്നു, മനുഷ്യരെ കൂട്ടിച്ചേർക്കുക എന്നതായിരുന്നു, മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്നതായിരുന്നു ക്രിസ്തുയേശുവിന്റെ ഭൂമിയിലെ ഏറ്റവും വലിയ ദൗത്യം. അതിനായിരുന്നു തന്റെ സഹകാരികളായി, സഹപ്രവർത്തകരായി ചിലരെ പ്രത്യേകമായിട്ട് കണ്ടെത്തിയതും തെരഞ്ഞെടുത്തതുമൊക്കെ. മനുഷ്യരെ ചേർത്ത് പിടിക്കുക, മനുഷ്യരാക്കി മാറ്റുക. ഇതിനൊക്കെ നമ്മൾ ഒരുപക്ഷെ വേഗം ഇറങ്ങി പുറപ്പെട്ടെന്നിരിക്കും. അതിനു മുമ്പ് നമ്മൾ മനുഷ്യരായോ? രൂപം കൊണ്ടും ഭാവം കൊണ്ടും അങ്ങനെ തന്നെയാണെങ്കിലും സ്വഭാവം കൊണ്ട് നമ്മൾ എവിടെയാണ് ഇപ്പോഴും? കുറെ കൂടി മനുഷ്യനായി മാറാനായിട്ട്, മനുഷ്യത്വത്തിലേക്ക് എത്താനൊക്കെ ആയിട്ട് ഒരു ശ്രദ്ധയും പരിപാലനവും പരിചരണവും ഒക്കെ ആവശ്യമാണ്. അങ്ങനെ നമുക്ക് നല്ല അന്ത്രയോസും നല്ല ശെമയോനും നല്ല യാക്കോബും യോഹന്നാനും ഒക്കെയായി മാറാം. അതെ, മനുഷ്യനായതിനു ശേഷം നമുക്ക് വേഗം മനുഷ്യരെയെല്ലാം ചേർത്ത് പിടിക്കാം. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.